അകത്തിട്ട് പൂട്ടിട്ടൊക്കെ മടത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറാണ് ഞാൻ. ഞങ്ങൾ കോൺഫറൻസ് ബ്ലോക്ക് തല കോൺഫറൻസുമായി ബന്ധപ്പെട്ട് നിലമേൽ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ വെച്ചാണ് അറിയുന്നത്. ആശുപത്രിയിൽ വളരെ ദാരുണമായ സംഭവം അറിഞ്ഞത്. നമ്മുടെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ലിരിത്ത പി മെർലിന്റെ ഒരു ലഹരിക്കടിമയായ ഒരു രോഗി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒപിയിലെത്തി ഡോക്ടറിന്റെ നേരെ അസഭ്യം പറയുകയും ഡോക്ടറിന്റെ നേർക്ക് മുഖത്തേക്ക് തുപ്പുകയും ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലായത്. കൂടാതെ ഇവിടെ നിന്ന് മറ്റ് രോഗികളെ പരിഭ്രാന്തരാക്കുകയും ജീവനക്കാർക്കെതിരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്യുകയുണ്ടായി. ഉടനെ തന്നെ ചിതറ പോലീസിനെ അറിയിക്കുകയും അയാളെ പോലീസ് ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അയാള് അറിയാൻ കഴിഞ്ഞത് അയാൾ ലഹരിക്ക് അടിമയായിരുന്നു. ഇതിനു മുന്നേയും അയാൾ പലതവണ ആശുപത്രിയിലെത്തുകയും പലരോട് അസഭ്യം പറഞ്ഞതായിട്ടും നമുക്കിപ്പോൾ അറിവുണ്ടായി. ഇതിനു മുന്നേ ഒപിയിൽ മാഡത്തിനോട് തന്നെ വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന അറിവ്. അന്നൊന്നും ഇങ്ങനെ ഒരു അക്രമാവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് വളരെ ദാരുണമായ രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റം. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് മടത്തറയിലെ സ്റ്റാഫ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. കൊല്ലം മടത്തറയിലാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലെത്തിയ ആൾ ഡോക്ടറുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയും കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവും നടത്തിയത്. ക്യൂവിൽ നിൽക്കാതെ പരിശോധിക്കണമെന്നുള്ള ആവശ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഡോക്ടർക്ക് നേരെ അതിക്രമമുണ്ടായത്. സംഭവത്തിൽ മടത്തറ വേങ്കൊല്ല ശാസ്താനറ സ്വദേശി 32 വയസ്സുള്ള ബിനുവിനെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഇന്ന് രാവിലെ 10:30 കൈക്ക് വേദനയെ തുടർന്ന് മദ്യപിച്ച് ആശുപത്രിയിലെത്തിയ ബിനു ക്യൂവിൽ നിൽക്കാതെ ഡോക്ടറെ കാണാൻ ശ്രമിക്കുകയും രോഗികളെയും ഡോക്ടറെയും അസഭ്യം വിളിക്കുകയും ചെയ്തു. തുടർന്ന് ക്യൂവിൽ നിൽക്കാൻ ഡോക്ടർ ബിനുവിനോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ വൈരാഗ്യത്തിൽ ബിനു ഡോക്ടറുടെ മുറിയിലേക്ക് അതിക്രമിച്ച് കടന്ന് രോഗിയെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടറുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയും അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. രോഗികളും ആശുപത്രി ജീവനക്കാരും ചേർന്ന് ബിനുവിനെ തടഞ്ഞുവെച്ച് ചിതറ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരില്ലെന്നും ഡോക്ടർമാർക്കും രോഗികൾക്കും സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് രോഗികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. നോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഓടിക്കൊണ്ടുവന്ന് കൈ ഓങ്ങിക്കൊണ്ട് തുപ്പിയിട്ട് പോയി. അടിച്ചില്ല, അടിക്കാൻ കൈ ഓങ്ങിക്കൊണ്ടാണ് വന്നത്. അപ്പൊ വേറെ ആൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ തുപ്പിയിട്ട് പോയി. ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള വകുപ്പുകൾ ചുമത്തി ബിനുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. കേരള തനിമ ന്യൂസ് മടത്തറ.